ഫൗണ്ടേഷൻസ് ഫോർ ബിസിനസ് അനലറ്റിക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 2026 ചോദിച്ചിട്ടുള്ള ചില പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2026 നാലാമതായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം എ ക്ലാസ് കണ്ടെയ്നിങ് 4 ബോയ്സ് ആൻഡ് 3 ഗേൾസ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 4 ബോയ്സും അതേപോലെ തന്നെ 4 ബോയ്സ് ആൻഡ് 3 ഗേൾസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയാണ് വരുന്നത്? ടോട്ടൽ 7 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് ബോയ് ആകാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അതായത് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 7 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, 4 ഡിവൈഡ് ബൈ 7. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, 10 കോമ്പറ്റീറ്റേഴ്സ് ഇൻ എ ബ്യൂട്ടി കണ്ടസ്റ്റ് ആർ റാങ്ക്ഡ് ബൈ 2 ജഡ്ജസ് ഇൻ ദി ഫോളോയിങ് ഓർഡർ. ഓക്കെ, ഫൈൻഡ് ദി റാങ്ക് കോറിലേഷൻ എന്നുള്ളതാണ് ചോദിച്ചത്. തന്നിരിക്കുന്നത് എന്താണ്? റാങ്ക് ആണ് തന്നത്. ഫസ്റ്റ് ജഡ്ജിൻ്റെയും സെക്കൻഡ് ജഡ്ജിൻ്റെയും റാങ്കുകളാണ് തന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തന്നിരിക്കുന്ന റാങ്കുകൾ അതേപോലെ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് റാങ്ക് 1, റാങ്ക് 2 എന്നും പറഞ്ഞ് ഒന്നാമത്തെ ജഡ്ജിൻ്റെയും രണ്ടാമത്തെ ജഡ്ജിൻ്റെയും റാങ്കുകളായിട്ട് കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം D² കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ റാങ്ക് 1 -3 -2 വരും. അതിൻ്റെ D² 4 വരും. ദെൻ 6 - 5 1 വരും. ദെൻ സ്ക്വയർ 1 വരും. ദെൻ നെക്സ്റ്റ് 5 - 8 -3 വരും. -3യുടെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ 9 വരും. 10 - 4 6 വരും. അതിൻ്റെ സ്ക്വയർ 36 വരും. ദെൻ 3 - 7 -4 ദെൻ അതിൻ്റെ സ്ക്വയർ 16. ഇങ്ങനെ ഓരോന്നിൻ്റെയും സ്ക്വയർ കാണുന്നു. ലാസ്റ്റ് നമുക്ക് എത്ര കിട്ടും? 200 എന്ന് ഇവിടെ D² കിട്ടും. ദെൻ നമ്മൾ R = 1 - സിഗ്മ D² ഡിവൈഡഡ് ബൈ n³ - n എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. അതായത് 1 - 6 × 200 ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. n എന്ന് പറയുന്നത് ടോട്ടൽ 10 ആണ്. 10³ - 10 ദാറ്റ് ഈസ് 1200. 1 - 1200 ഡിവൈഡ് ബൈ 1000 - 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 1200 ഡിവൈഡ് ബൈ 990 ദാറ്റ് ഈസ് 1 - 1.21 ദാറ്റ് ഈസ് ഈക്വൽ ടു -0.21 എന്ന് നമുക്ക് കിട്ടും. ഇതെന്താണ്? ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7, കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. എക്സ് വൈ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഡയറക്റ്റ് ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. എക്സ് അതേപോലെ വൈ കൊടുക്കുന്നു, എക്സിൻ്റെ സ്ക്വയർ കൊടുക്കുന്നു, വൈയുടെ സ്ക്വയർ x × y. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെ സ്ക്വയർ, എക്സിൻ്റെ സ്ക്വയർ 2, സ്ക്വയർ 4, ദെൻ വൈയുടെ സ്ക്വയർ 4 സ്ക്വയർ 16, പിന്നെ x × y 2 × 4 8. ഇതേപോലെ ഓരോന്നിൻ്റെയും ചെയ്യുന്നു. അങ്ങനെ നമുക്കിവിടെ x × y സിഗ്മ x × y 228, y² സിഗ്മ y² 343, ദെൻ സിഗ്മ x² 223, ദെൻ സിഗ്മ y 45, ദെൻ സിഗ്മ x 35 ഇങ്ങനെ കിട്ടും. ദെൻ ഇതിനെ നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. അതായത് R = n × സിഗ്മ xy - സിഗ്മ x × സിഗ്മ y ഡിവൈഡഡ് ബൈ √n × സിഗ്മ x² - സിഗ്മ x² √n × സിഗ്മ y² - സിഗ്മ y² എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് n എന്ന് പറയുന്നത് ഇവിടെ 7 ആണ്. 7 × സിഗ്മ xy 228 ആണ്. സിഗ്മ x എന്ന് പറയുന്നത് 35 ആണ്. സിഗ്മ y 45 ആണ്. ഡിവൈഡ് ബൈ √7, അതായത് n എന്ന് പറയുന്നത് 7 ആണ്. 7 × 223 സിഗ്മ x² 223 ആണ്. മൈനസ് സിഗ്മ x ഹോൾ സ്ക്വയർ 35 ഹോൾ സ്ക്വയർ. ദെൻ 7 × 343 -45 ഹോൾ സ്ക്വയർ. സിഗ്മ y 45 ആണ് അതിൻ്റെ സ്ക്വയർ. ഇതിനിങ്ങനെ വർക്കൗട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 0.05 ആ രൂപത്തിൽ വരും. ദെൻ ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 0.5 എന്നുള്ള ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് വരും. ഏകദേശമാണ് 0.05 എന്ന് പറയുന്നത്. അതായത് പോയിൻ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നതിൻ്റെ വ്യത്യാസത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് ലാസ്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക.